ഹായ് ഓൾ. ലയൺ ഹൈപ്പോത്തസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? മേരി എഫ് ലയോൺ പ്രപ്പോസ് ചെയ്ത ലയൺ ഹൈപ്പോത്തസിസ് എക്സ് ക്രോമസോം ഇനാക്ടിവേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? എന്താണ് എക്സ് ക്രോമസോം ഇനാക്ടിവേഷൻ എന്നല്ലേ? ഫീമെയിൽസിൽ, അതായത് മമേലിയൻ ഫീമെയിൽസിൽ 2 എക്സ് ക്രോമോസോംസ് ഉണ്ട്. ഇതിൽ ലയൺ ഹൈപ്പോത്തസിസ് അനുസരിച്ച് പറയുന്നത് ഒരു എക്സ് ക്രോമോസോംസിൻ്റെ മാത്രം ഡോസേജ് മതി ഒരു ഫീമെയിലിൻ്റെ ബോഡിയിൽ എല്ലാ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനെന്നാണ്. അപ്പോൾ ബാക്കി വരുന്ന ഒരു എക്സ് ക്രോമോസോംസിനെ എന്ത് ചെയ്യും? അതിനെ ഹെട്രോക്രോമാറ്റൈസേഷൻ വഴി എന്താക്കി കൺവേർട്ട് ചെയ്യും? ബാർ ബോഡികളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ബോഡിയിൽ, അല്ലെങ്കിൽ ഒരു ഫീമെയിലിൻ്റെ ബോഡിയിൽ എത്ര ബാർ ബോഡികളുണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്രയാണോ എക്സ് ക്രോമോസോംസ് അതിൽ നിന്നും 1 കുറച്ചാൽ എന്ത് കിട്ടും? ബാർ ബോഡിയുടെ എണ്ണം കിട്ടും. അങ്ങനെയാണ് ബാർ ബോഡി ഫോം ചെയ്യുക. അപ്പോൾ ബാർ ബോഡി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹെട്രോക്രോമാറ്റൈസേഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. എക്സ് ക്രോമോസോംസിന് ഹെട്രോക്രോമാറ്റൈസേഷൻ വഴി ഫോം ചെയ്യുന്ന ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബോഡികളെ പറയുന്ന പേരാണ് എന്ത്? ബാർ ബോഡീസ്. ഇതെവിടെ മാത്രമേ കാണപ്പെടുകയുള്ളൂ? ഫീമെയിൽസിൽ മാത്രമേ ബാർ ബോഡികൾ കാണപ്പെടാറുള്ളൂ. ഇനി ഈ ബാർ ബോഡികൾ ഇല്ലാത്ത ഒരു ഫീമെയിൽ കണ്ടീഷനുണ്ട്. ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്. അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.